ദൈവത്തിൻ്റെ ഏത് പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ചിന്തിക്കുവാൻ വേണ്ടി ദൈവം തരുന്ന വചനം 146 സങ്കീർത്തനത്തിൻ്റെ 10 വചനത്തിൽ പറയുന്നു, യഹോവ എന്നേക്കും വാഴും, സിയോനെ നിൻ്റെ ദൈവം തലമുറ തലമുറയോളം തന്നെ യഹോവയെ സ്തുതിപ്പി. സകലവും സൃഷ്ടിച്ച് 2 വചനത്തിൽ നമ്മൾ കാണും, ജീവനുള്ള എന്നും ഞാൻ യഹോവയെ സ്തുതിക്കും, ഞാനുള്ള കാലത്തോളം എൻ്റെ ദൈവത്തിന് കീർത്തനം ചെയ്യും. അപ്പം നമ്മെ സൃഷ്ടിച്ച് നമുക്ക് ജീവൻ തന്ന് സകലവും സൃഷ്ടിച്ച് എന്നേക്കും വിശ്വസ്തത കാക്കുന്ന ദൈവം, എന്നേക്കും വാഴുന്ന ന്യായം പാലിക്കുന്ന ദൈവം ആണ് നമ്മുടെ ദൈവം. ആ ദൈവത്തിൽ നിന്ന് സഹായം ലഭിക്കാൻ നാം എന്ത് ചെയ്യണമെന്നാണ് ആ സങ്കീർത്തനത്തിൽ പറയുകയാണ്. ഒന്നാമതായിട്ട് പ്രത്യാശയുള്ളവരായിരിക്കണം, രണ്ടാമതായിട്ട് കീർത്തനം ചെയ്യുന്നവരായിരിക്കണം, പിന്നെ ദൈവവുമായിട്ട് സങ്കീർത്തനക്കാരനെ പോലെ ഒരു പ്രതിജ്ഞ എടുക്കുവാനിടയായിത്തീരണം. അവിടെ പറയാണ്, ജീവനുള്ള എന്നും ഞാൻ യഹോവയെ സ്തുതിക്കും, ഞാനുള്ള കാലത്തോളം എൻ്റെ ദൈവത്തിന് കീർത്തനം ചെയ്യും. അപ്പോൾ ദൈവത്തിൻ്റെ മുമ്പാകെ ഒരു പ്രതിജ്ഞ എടുക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ട്. സങ്കീർത്തനം 15:1 നമ്മൾക്ക് യഹോവയുടെ കൂടാരത്തിൽ ആര് പാർക്കും എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പം ഇത്ര വലിയവനായ ദൈവത്തോട് കൂടെ വസിക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം? നിഷ്കളങ്കരായി നടക്കണം, നീതി പ്രവർത്തിക്കണം, ഹൃദയപൂർവ്വം സത്യം സംസാരിക്കണം, നാവുകൊണ്ട് കള്ളം പറയാത്തവൻ, കൂട്ടുകാരന് അല്ലെങ്കിൽ ആർക്കും ദോഷം ചെയ്യാത്തവൻ, കൂട്ടുകാരന് അപമാനം വരുത്താത്തവൻ, വഷളന്മാരെ നിന്ദ്യനായി എണ്ണണം എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഒരു വ്യക്തി വഷളനാണെന്ന് കണ്ടാൽ അവനെ നിന്ദ്യനായി എണ്ണണം. യഹോവ ഭക്തനെ ബഹുമാനിക്കണം. സത്യം ചെയ്തത് മൂലം നഷ്ടം വന്നാലും സത്യത്തിൽ നിന്ന് മാറരുത്. ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാത്തവൻ, കുറ്റമില്ലാത്തവന് വിരോധമായി കൈക്കൂലി വാങ്ങാത്തവൻ ഒരു നാളും കുലുങ്ങിപ്പോകുകയില്ല എന്ന് 15-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു. സങ്കീർത്തനം 15 പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ദൈവം എത്ര വലിയവനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കുലുങ്ങാതെ ജീവിപ്പാൻ, ദൈവത്തെ ഭയത്തോടുകൂടി, ഇത്ര വലിയവനായ ദൈവത്തെയാണ് ഞാൻ വിളിച്ചപേക്ഷിക്കുന്നത്, അവൻ ന്യായം പാലിക്കുന്ന ദൈവമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ദൈവത്തിൽ നിന്നാണ് എനിക്ക് സഹായം വരേണ്ടത്. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച യഹോവയെങ്കിൽ നിന്ന് വരുന്നു എന്ന് സങ്കീർത്തനകാരൻ പറഞ്ഞിരിക്കുന്നത് പോലെ നമുക്കും ആ സ്വർഗത്തിൽ നിന്ന് തന്നെ സഹായം വരുവാൻ നാം ആ ദൈവത്തെ എത്രത്തോളം അനുസരിച്ച് ആ ദൈവത്തിൻ്റെ ഹിതത്തിനായി ദാഹിച്ചുകൊണ്ട് നാം ജീവിക്കണം എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ്. എൻ്റെ ദൈവത്തിന് വിശ്വസ്തത കാക്കുന്ന ദൈവമാകയാൽ ഞാനും വിശ്വസ്തയോടെ ആ ദൈവത്തിൻ്റെ മുമ്പിൽ ജീവിക്കുമെന്ന് നമുക്ക് തീരുമാനമെടുക്കാം. ആ ദൈവം എന്നേക്കും വാഴുന്നവനാണെങ്കിൽ നമ്മെ എന്നേക്കും ജീവിപ്പിക്കുവാൻ കഴിയുന്ന, അല്ലെങ്കിൽ നാം മരിച്ചാലും ജീവിക്കുമെന്നുള്ള വാഗ്ദത്തം നമ്മളിൽ നിറവേറ്റുവാൻ കഴിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ആയതിനാൽ നമ്മുടെ പ്രാണനെ ദൈവം നിത്യ നരകത്തിൽ വിടാതെ വണ്ണം നിത്യസ്വർഗത്തിലേക്ക് എടുക്കുവാൻ ഇടയാകത്തക്കവണ്ണം നാം ദൈവഹിതപ്രകാരം ജീവിപ്പാൻ ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവനാമ മഹത്വത്തിനായി വചനം സമർപ്പിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.